ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. 60ഓളം ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പരിഗണിക്കുക. കേസ് വിശദമായി വാദം കേൾക്കുന്നതിനായി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുത്തേക്കും. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന മുൻ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ തിരുത്തുമോ എന്നത് നിർണായകം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹർജി പരിഗണിക്കുന്നത്. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്നിപ്പോൾ 60-ലധികം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ മതവും സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയുമുള്ളത്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ അടുത്ത നടപടി ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുക എന്നുള്ളതായിരിക്കും. അത്തരത്തിലൊരു തീരുമാനം ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എങ്ങനെ നിർണായകമാകും? ധനസുമോദ്. ജിൽസി, ഭരണഘടനാ ബെഞ്ച് 9-അംഗ ബെഞ്ച് നേരത്തെ രൂപീകരിച്ചതായിരുന്നു. പക്ഷേ ഈ 6 വർഷത്തിനിടയിൽ ഈ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരെല്ലാം വിരമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ജഡ്ജി മാത്രമാണ് അവശേഷിക്കുന്നത്. അത് നിലവിലെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്താണ്. അപ്പോൾ സ്വാഭാവികമായും പുതിയൊരു ബെഞ്ച് ഇത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കഴിഞ്ഞ 2018 ഉണ്ടായ വിധി അനുസരിച്ചാണെങ്കിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾ 9-അംഗ ബെഞ്ചാണ് ഉത്തരം നൽകേണ്ടത്. അതായത് ഈ തരത്തിലുള്ള ഈ സ്വാതന്ത്ര്യവും മതവിശ്വാസവും തുല്യതയും ഒരുമിച്ച് വരുമ്പോൾ അത് എവിടം വരെ ആകാം, മതവിശ്വാസത്തിൽ കോടതിക്ക് എവിടം വരെ ഇടപെടാം തുടങ്ങിയ ലീഗലായിട്ടുള്ള ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് 9-അംഗ ബെഞ്ചാണ് ഉത്തരം നൽകേണ്ടിയിരുന്നത്. പക്ഷേ ഈ 9-അംഗ ബെഞ്ച് ഒരിക്കൽ പോലും ഇരുന്നിട്ടില്ല. ഈ ബെഞ്ചിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും വിരമിച്ചതിനാൽ ഇനി പുതിയ ബെഞ്ച് രൂപീകരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതായിരിക്കും നമ്മൾ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പുതിയ ബെഞ്ച് രൂപീകരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ പുതിയ ബെഞ്ച് രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ, ദേവസ്വം ബോർഡ് ഇവർക്കെല്ലാം അവരുടെ ഒരു അഭിപ്രായം കൃത്യമായിട്ട് ധരിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ സ്വാഭാവികമായും ഈ പുതിയ ബെഞ്ച് രൂപീകരിക്കുമ്പോൾ ഇതൊരു 1 മാസത്തെ ഒരു കാലാവധിയിലായിരിക്കും ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യതയുള്ളത്. 4 ആഴ്ചയാണ് സാധാരണ എത്രത്തോളം സത്യവാങ്മൂലം കൊടുക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നിർദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് കേസെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ എത്രയേറെ നിർണായകമാണ് എന്നുള്ളൊരു കാര്യം സംശയമുണ്ട്. കാരണം ഇത് സ്വാഭാവികമായി ബെഞ്ച് രൂപീകരിക്കുകയും ബെഞ്ചിൽ പിന്നീട് വാദം തുടങ്ങുന്ന സമയത്തിന് മുമ്പായി മാത്രം ഈ സത്യവാങ്മൂലങ്ങളും നിലപാടുകളും അറിയിച്ചാൽ മാത്രം മതി. പക്ഷേ അപ്പോൾ പോലും ഈ CPM സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റത്തിന് മാത്രമാണ് മാറ്റം ഇല്ലാത്തത് എന്നുള്ള ഒരു മാർക്സിയൻ വചനമാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് മാറും. അതായത് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടാണ് പിണറായി വിജയൻ സർക്കാരും അതിനു മുമ്പ് VS സർക്കാരും സ്വീകരിച്ചിരുന്നത്. അതൊരു ഇടതുപക്ഷ നയം തന്നെയാണ്. പക്ഷേ അതിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഏതായാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുകയോ അതല്ലെങ്കിൽ ഈ ഹർജികളെല്ലാം കൂടി ഒരു കോർഡിനേറ്റ് ചെയ്യാനും അത് കൃത്യമായി കുറ്റമറ്റതാക്കി ബെഞ്ചിലെത്തിക്കാൻ വേണ്ടി നോഡൽ ഓഫീസർ നിയമിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് അറിയാൻ കഴിയും.